അവൻ ഞാൻ ഇറങ്ങണേ. ഇത് മറക്കല്ലേ. നീ മറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ, എന്ത് മറന്നാലും ഞാൻ ഇത് മാത്രം മറക്കില്ല. എന്നോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമല്ലേ? പിന്നെ എന്റെ ഭർത്താവിന്റെ ആരോഗ്യം നോക്കേണ്ടതേ എന്റെ ആവശ്യമല്ലേ? അതെ അതെ, എന്റെ ആരോഗ്യം മാത്രമല്ല, എന്റെ സർവ്വ കാര്യങ്ങളിൽ നിനക്ക് ഭയങ്കര ശ്രദ്ധയാ. ദത്തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അതറിയായിരുന്നെങ്കിൽ നീ വൃത്തികേടൊന്നും കാണിച്ചു കൂട്ടത്തിലായിരുന്നു ആമി. അപ്പോ എന്നോടുള്ള പിണക്ക് ഇതുവരെ മാറിയില്ലല്ലേ? എങ്ങനെ മാറും? അത്രയ്ക്ക് നല്ല സൽപ്പേരല്ലേ നീ ഉണ്ടാക്കി തന്നെ. അയ്യോ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ദത്തേട്ടാ. ഇതൊക്കെ നിന്റെ സ്ഥിരം ഡയലോഗ് അല്ലേ? അടിസ്ഥാനപരമായി മാറാൻ ലോകത്തിൽ ഇതുവരെ ഒരു സംശയരോഗ്യം കഴിഞ്ഞിട്ടില്ല. ദത്തേട്ടാ, എടീ, ഞാൻ പറഞ്ഞ സത്യമാ. നീ ഇപ്പൊ കാണിക്കുന്നത് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ മാത്രമാ. വേണ്ടി വന്നാലേ നീ ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹവും വിശ്വാസമൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് സംശയമായിട്ട് മാറും. ഇല്ല ദത്തേട്ടാ, ഞാൻ ഇനി ഒരിക്കലും ദത്തേട്ടനെ സംശയിക്കില്ല. സംശയിക്കാതിരുന്നാ നിനക്ക് കൊള്ളാം. ദത്തേട്ടാ, ദത്തേട്ടാ, എന്താടി? അമ്മി, നീ എന്തായി കാണിക്കുന്നേ? എന്ത് പരിസര ബോധമില്ലേ? എന്നെ ഉപദ്രവിച്ചൊന്നും മതിയായില്ലേ നിനക്ക്? ഇനി ഈ വീട്ടുകാരുടെ മുന്നിൽ കൂടെ എന്നെ നാറ്റിക്കണോ അല്ലേ? ആരെങ്കിലും കണ്ട കണ്ടു ഈശ്വരാ, അറിയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആമി, ഇതാ പൂജ കണ്ടില്ലേ? കണ്ടാലെന്താ, നിങ്ങൾ എന്റെ ഭർത്താവല്ലേ, ജാരനൊന്നും അല്ലല്ലോ. എടി, നീ അവിടെ നിന്നെ. നീ എന്തോ ഈ ഒളിഞ്ഞു നോക്കുന്നേ? വല്ലത് കാണാനുണ്ടെങ്കിൽ നേരെ വന്നെന്ന് കണ്ടൂടെ? ഞാൻ അറിയാതെ. കണ്ടെങ്കിൽ എന്താ? ദേ, എന്നെ താലി കെട്ടി അന്തസ്സോടെ പൊറപ്പിക്കുന്ന പുരുഷനാത്. നിന്റെ സ്ഥാനത്ത് ആ ലച്ചു ആയിരുന്നെങ്കിൽ എനിക്കിതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. കല്യാണത്തിന്റെ തുമ്പ് വരെ എത്തിയതാ. അതെങ്ങനെയാ? അപ്പോഴേക്കും എന്റെ ചെക്കന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കേറി വന്നില്ല നീ.